മാസപ്പടി കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകി മുഖ്യമന്ത്രിയുടെ മകൾ വീണ. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ്. തന്നെ കേസിൽ പ്രതിയാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ പൊതു താൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയാക്കി ചിത്രീകരിക്കാനെന്നും വീണയുടെ മറുപടി. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും. ഷപ്ന, മാസപ്പടി കേസിലെ മറുപടി സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ലക്ഷ്മി, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ വീണ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു ഹർജിയുടെ ഉന്നം തന്നെ തന്നെയും തന്റെ മകളെയും ലക്ഷ്യം വെച്ചാണ്, തങ്ങളെ താറടിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ വിശദീകരണം നൽകിയത്. വീണയുടെ വിശദീകരണത്തിലും സമാനമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ ആയതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നത്. ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ്. ഒരു ബിനാമി ഇടപാടുകളും നടത്തിയിട്ടില്ല. തന്റെ കമ്പനിയും ഇടപാടുകളും സുതാര്യമായിട്ടാണ് ഇത് നടത്തുന്നത്. ബോധപൂർവമാണ് തന്നെ ഇത്തരത്തിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊതുതാൽപര്യ ഹർജി തന്നെ ഈ തങ്ങളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടും ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്, ബോധപൂർവമാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാരൻ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ മാധ്യമപ്രവർത്തകനായ MR അജയൻ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടോ യാതൊരു ബന്ധവുമുള്ള ആളല്ല. ഇത്തരം ഒരാള് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നു. ഇതിൽ തന്നെ ഇത്തരത്തിലുള്ള അയാളുടെ ഉദ്ദേശം വ്യക്തമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ ഹർജിയിൽ നൽകിയ വിശദീകരണത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നത് ഹർജി നിലനിൽക്കുന്നതല്ല എന്നത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ വീണയുടെ സത്യവാങ്മൂലത്തിലും പറയുന്നത്. ഈ ഉന്നയിക്കുന്ന വിഷയവുമായി ഹർജിക്കാരന് നേരിട്ട് ഒരു ബന്ധവുമില്ല. തെളിവുകളോ രേഖകളോ ഇല്ല. ഊഹങ്ങളും കേട്ടറിവുകളും മാത്രമാണ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രാഥമിക വസ്തുതകൾ പോലും ഇല്ലാതെ അന്വേഷണങ്ങൾക്ക് ഉത്തരവിടരുത് എന്ന് സുപ്രീം കോടതി പലവട്ടം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു. വീണയും അത് ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായ രീതിയിൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. തനിക്ക് കിട്ടിയ പൈസയ്ക്കെല്ലാം തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു ഇടപാടുകളും അനധികൃതമായി നടത്തിയിട്ടില്ല. ഈ രീതിയിൽ ഉള്ള ഒരു കമ്പനിയുടെ പേര് തന്നെ കരുവാക്കി ഈ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നു. സംസ്ഥാന അന്വേഷണം പോരാ എന്ന് CBI അന്വേഷണം കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നതാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് തന്നെ ഈ രീതിയിൽ തങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി ഇതിൽ കുടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വീണ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് CMRL എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയാണ്. എക്സാലോജിക്ക് തന്റെ ബിനാമി കമ്പനിയാണെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണ്. CMRLന് വേണ്ടി പക്ഷപാതം കാട്ടിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനെയും താൻ സ്വാധീനിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് സമാനമായ വിശദീകരണമാണ് ഇപ്പോൾ വീണയും നൽകിയിട്ടുള്ളത്. ഷപ്ന, അതാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.